നിങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്നൊരു രുചി തേടി വന്നേക്കാണ്. ഈ ഒരു കുഞ്ഞു കെട്ടിടം കാണുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, ഏകദേശം തിരുവനന്തപുരത്തുകാർക്കുള്ള ഏകദേശം പേർക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതെ, ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരം ആര്യനാടുള്ള ശംഭു ശങ്കരൻ ഹോട്ടലിലാണ്. അപ്പോൾ ഇവിടുത്തെ നാടൻ ഊണ്, അതായത് നാടൻ കോഴിത്തോരനും കപ്പ ഉടച്ചതും നല്ല എൻ്റെ കറിയൊക്കെ കൂട്ടിയിട്ടുള്ളൊരു ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് നിൽക്കുന്നത്. അതായത് നമ്മുടെ യൂട്യൂബ് വീഡിയോസിലൂടെ ഒരുപാട് പേർക്ക് പരിചിതമായിട്ടുള്ള നമ്മുടെ ഗിരിജാമ്മയുടെ സ്പെഷ്യൽ കൂട്ടുള്ള നാടൻ കോഴിത്തോരൻ വെച്ചിട്ടുള്ള ഒരു ഊണ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് നിൽക്കുന്നത്. അപ്പോൾ നാടൻ ഊണും രുചികളും ഒക്കെ ഒരുപാട് കാണാൻ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ട് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. നിങ്ങൾ നോക്കി കാണാം, നല്ല തിരക്കാണ്. എല്ലാവരും ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ഊണ് കഴിക്കാൻ വരുവാണെങ്കിൽ നേരത്തെ വരണം. ഞാൻ എടുത്തെടുത്ത് പറയാണ്, ഈ ഊണിൻ്റെ ടൈമിൽ ഒരുപാട് പേര് കണ്ടു. ഈ തിരക്ക് മുഴുവൻ നമ്മുടെ ഈ ശംഭു ശങ്കരൻ ഹോട്ടൽ തേടി വരുന്നവരാണ്. അതാണ് ഈ ഇത്രയും ഒരു തിരക്ക്. ഈ സമയത്ത് മാത്രം കാണുന്നൊരു തിരക്കാണ് കേട്ടോ. വീഡിയോ പർപ്പസ് ആയതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഞങ്ങൾ നേരത്തെ 12 മണിക്ക് മുന്നേ വന്നു. കാരണം ഞങ്ങൾക്ക് ആ കുക്കിംഗ് വീഡിയോസൊക്കെ എടുക്കണമല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ വന്നപ്പോഴും ഞങ്ങൾ വീഡിയോ പർപ്പസിന് വന്നതാണെങ്കിലും ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പലരും അന്നേരം ഇവിടെ പുറത്ത് വെയിറ്റിംഗ് ആയിരുന്നു. അപ്പം നമ്മുടെ ശംഭു ശങ്കരൻ ഹോട്ടലിലെ കൈപ്പുണ്യത്തിന്റെ മെയിൻ ആളാണ് ഈ കറി ഇളക്കിക്കൊണ്ട് നിൽക്കുന്നത്, നമ്മുടെ ഗിരിജാമ്മ അല്ലേ? അതെ, നമ്മൾ യൂട്യൂബിലൂടെയൊക്കെ ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. അപ്പോൾ അത് ഞങ്ങൾ നേരിട്ട് കാണാൻ വന്നേക്കുവാണ്. അപ്പോൾ ഗ്രേവി അവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പുറത്ത് ഇവിടുത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഐറ്റം നമ്മുടെ ചിക്കൻ തോരൻ കേട്ടോ. അത് ഇവിടുത്തെ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടൊക്കെ ഇട്ടിട്ടുള്ള ചിക്കൻ തോരൻ ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കും. അപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും, ശംഭു ശങ്കരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ കുഞ്ഞു മക്കളാണ്, ചെറുമക്കളുടെ പേരിലാണ്. അപ്പോൾ ആ ശംഭു ശങ്കരന്മാരിപ്പോൾ വലുതായി അവർ സ്വന്തമായിട്ടൊരു വ്ളോഗൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ശംഭു ശങ്കരൻ വ്ളോഗ്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടോളൂ കേട്ടോ. അപ്പോൾ ഇതാണ് തുടുപ്പ് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വേണ്ട. അപ്പം ഈ തുടുപ്പ് വെച്ചിട്ട് ഞാൻ ഇന്ന് ഇളക്കി നോക്കാൻ പോകണം. വേണ്ട, നല്ല മണം വരുന്നുണ്ടേ. അപ്പം ഈ തോരനൊക്കെ എന്തൊക്കെയോ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഒക്കെ ഉണ്ട്. കാരണം ഈ നമ്മുടെ ഗ്രേവിന്ന് അല്ലേ, ഗ്രേവി ഓക്കെ. അപ്പൊ നമ്മുടെ ഗ്രേവിന്ന് ആ പീസസ് കോരി ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് അത് കറിയായിട്ട്, ആ കറിയാണ് നമുക്ക് ഊണിന്റെ കൂടെ തരുന്നത്. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ തോരൻ. ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഇന്ന് പല വീടുകളിലും കാണാത്തതാണ്. നമ്മൾ വിറകടുപ്പിൽ യൂസ് ചെയ്യുന്ന പല വീടുകളിലും കാണാറില്ല. പക്ഷെ ഇവിടെ നല്ല വിറകടുപ്പിലാണ്, എല്ലാം വിറകടുപ്പിലാണ് ചെയ്യുന്നത്. വിറകടുപ്പിലും നല്ല വെളിച്ചെണ്ണയിലുമാണ് ഇവിടെ പാചകം ചെയ്യുന്നത് കേട്ടോ. അപ്പം ഒരുപാട് പേര് വന്ന് കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ പലരും ഒരുപാട് പാഴ്സലായി. ഇപ്പം ഞങ്ങൾ വന്നതിനകം ഒത്തിരി പാഴ്സൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അമ്മ പാഴ്സലൊക്കെ റെഡിയാക്കുന്നതിൻ്റെ തിരക്കിലാണ് കേട്ടോ. എൻ്റെ പാഴ്സൽ ഊണും തോരനും കപ്പയും ഒക്കെ ആയിട്ടുള്ള പാഴ്സൽ. ചിലർ കപ്പ മാത്രമായിട്ട് മേടിക്കുന്നവരുണ്ട്, തോരൻ മാത്രമായിട്ട് മേടിക്കുന്നവരുണ്ട്. ദൂരെ നിന്നൊക്കെ വന്നിട്ടുണ്ടോ? ദൂരെ നിന്നൊക്കെ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ക്രൂഷ്യൽ ടൈമാണ്. കാരണം എല്ലാവരും ഇങ്ങനെ തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കുക. പുറത്ത് കഴിക്കാൻ വെയിറ്റ് ചെയ്തിരിക്കുന്നവർ ഒരുപാട് പേരുണ്ട്, പാഴ്സലിന് വന്ന് നിൽക്കുന്നവരുണ്ട്. അപ്പം ഞങ്ങളും ഇങ്ങനെ വെയിറ്റിംഗ് ആണ് ഈ ഒരു രുചി നേരിട്ട് അറിയാൻ വേണ്ടിയിട്ട്. നമ്മൾ ഊണ് കഴിക്കാൻ പോവുകയാണേ. വാഴയിലയിലാണ് കേട്ടോ ഊണ് വരുന്നത്. നല്ല ചൂട് ചോറ്, നല്ല ചമ്പാവരി ചോറ് കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ സന്ധി ചേച്ചി, അതായത് നമ്മുടെ ഗിരിജാമ്മയുടെ മോളാണ്. നമ്മൾ ഇതിനു മുമ്പ് നമ്മുടെ ലക്ഷ്മി നായർ മാം ഉണ്ടല്ലോ, പുള്ളിക്കാരിയുടെ വീഡിയോയിലാണ് ചേച്ചി ആദ്യമായിട്ട് പരിചയപ്പെടുത്തിയ ഒരു വീഡിയോ. ആ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട് അല്ലേ? ഫ്രണ്ടാണോ? ശരി. ഒരു എല്ലാ ഫാമിലി മെമ്പേഴ്സ് മൊത്തത്തിൽ എല്ലാവരും കൂടെ നിന്നിട്ട് വളരെ ആഘോഷമായിട്ടാണ് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്ത് തരുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കുടിക്കാൻ തരുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം നമ്മൾ പണ്ടൊക്കെ വീടുകളിൽ വെള്ളം നമ്മൾ കഞ്ഞിവെള്ളമായിരുന്നു കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം വീടുകളിൽ അങ്ങനെ സ്ഥിരമായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല.
എന്നാലും ഞങ്ങളുടെ വീട്ടിൽ ഞാൻ കുടിക്കാറില്ല. അപ്പം പക്ഷെ ഇവിടെ നല്ല ചൂട് കഞ്ഞിവെള്ളം കുടിച്ച ഒരു സുഖമാണ്. അടുത്ത് നമ്മുടെ സാലഡ്, നമ്മുടെ ഉള്ളിയും പച്ചമുളകും തൈരും ഒക്കെ ചേർത്തിട്ടുള്ള സാലഡ്. നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഐറ്റം വന്നിട്ടുണ്ട് നമ്മുടെ കോഴിത്തോരൻ, ചിക്കൻ തോരൻ കേട്ടോ. നമ്മൾ ഈ ഒരു സംഭവം പ്രതീക്ഷിച്ചാണ് നമ്മൾ തന്നെ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അച്ചാറ്, ഇത് എന്ത് അച്ചാറാ? നാരങ്ങ അച്ചാറ്. സ്ഥിരം ഓക്കെ. ഓരോ സാധനങ്ങളുടെ അവൈലബിലിറ്റി അനുസരിച്ചിട്ടാണ് ഇവിടെ അച്ചാർ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നത്. നാരങ്ങ, മാങ്ങ, അങ്ങനെ. പിന്നെ അടുത്ത് നമ്മുടെ മെയിൻ ഐറ്റം ഗ്രേവി. ഇവിടെ അധികം കറികളില്ലാന്നുണ്ടെങ്കിലും ഈ ഒരു കറികൾ തന്നെ വളരെ ധാരാളമാണ്. കാരണം നമ്മുടെ ഈ സാലഡ്, അതായത് ഉള്ളി നല്ല പച്ചമുളകും തൈരും ഒക്കെ ഒഴിച്ചിട്ടുണ്ടാക്കുന്ന ഈ സാലഡും ആ ഗ്രേവിയും ചിക്കൻ തോരൻ്റെ ഒരു പീസും കൂടി എടുത്ത് കഴിക്കുന്നതിന് വളരെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അതായത് ശരിക്കും നമ്മൾ ഒരു നാടൻ രുചി, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം എല്ലാ സാധനങ്ങളും വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ഒരു പ്രത്യേക രുചി തന്നെയാണ്. നമ്മൾ ഗ്യാസിൽ കുക്ക് ചെയ്ത് ശീലിച്ചവർക്ക് വിറകടുപ്പിൻ്റെ ഒരു ടേസ്റ്റ് വരുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ്, അത് എടുത്ത് പറയുന്ന ഒരു ടേസ്റ്റ് തന്നെയാണ്. ശരിക്കും നല്ല നിഷ്കളങ്കമായിട്ടുള്ള റിവ്യൂ പറയാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ടുപേരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ശരിക്കും ഈ ശംഭു ശങ്കരൻ്റെ വ്ലോഗ്സ് കണ്ടു തുടങ്ങിയപ്പോഴാണെന്ന് വെച്ചാൽ, അതായത് നമ്മുടെ ഈ ഹോട്ടലിനെ കുറിച്ചുള്ള വീഡിയോസ് കണ്ടു തുടങ്ങിയത് 2 വർഷം മുമ്പാണ്. അതായത് കുഞ്ഞപ്പനെ ഞാൻ ക്യാരിയിങ് ആയിരുന്ന ടൈമിൽ ഇവരുടെ ഈ ഷോർട്സും വീഡിയോസൊക്കെ കണ്ട് അന്ന് എനിക്ക് ഒരുപാട് കൊതിയായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കൊറോണ ടൈം ആയത് കാരണം എനിക്ക് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അന്ന് തൊട്ടേ ഉള്ളൊരാഗ്രഹമായിരുന്നു. അപ്പം ബേബി അകത്തായിരുന്നപ്പോൾ കഴിക്കാൻ പറ്റാത്തതാണ്. ഇപ്പം അതാ ബേബീനെയും കൊണ്ടുവന്നിട്ട് ബേബി ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ. ആദ്യം ഞാൻ ഈ കപ്പ മാത്രമായിട്ട് ഒന്ന് കഴിച്ചു നോക്കട്ടെ. തനി നാടൻ ടേസ്റ്റാണ്, നല്ല രുചിയാണ്. അതായത് ഇവർ തന്നെ വീട്ടിലുണ്ടാക്കുന്ന മസാല സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്, പക്ക നാടൻ കറിയാണ്. അപ്പോൾ ശരിക്കും കറികൾ ആസ്വദിച്ച് കഴിക്കണം, അതിൻ്റെ ഓരോന്നായിട്ട് എടുത്ത് കഴിക്കണം. ശരിക്കും കുഞ്ഞപ്പൻ അങ്ങനെയാണ് കഴിക്കുന്നത്. അപ്പം ഞാൻ എന്താ ചിക്കൻ തോരൻ എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ പോവാണേ. കേട്ടറിവിനേക്കാൾ വലിയ രുചിയാണ് കേട്ടോ. ഈ ഡയലോഗ് പറഞ്ഞ് ഞാൻ വെറുപ്പിക്കുന്നു എന്ന് വിചാരിക്കരുത്. നല്ല ടേസ്റ്റാണ്. പലയിടത്തും ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഒരു ടേസ്റ്റ് ഇതുവരെയും തോന്നിയിട്ടില്ല. ചിക്കൻ തോരൻ്റെ ഒരു ടേസ്റ്റ് അത് നമ്മൾ പലപ്പോഴും വീട്ടിലുണ്ടാക്കുമ്പോൾ പോലും അത് ശരിയാവാറില്ല. പക്ഷെ പെർഫെക്റ്റ് ടേസ്റ്റാണ്, നല്ല നാടൻ രുചിയാണ്. ഒരു നാട്ടിൻപുറത്തുള്ള സാധാരണ ഒരു കുഞ്ഞ് കടയാണ്. അപ്പോൾ നിങ്ങൾക്ക് നാടൻ രുചികളും ഈ ഒരു നാട്ടിൻപുറമൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇങ്ങോട്ട് വരണം. റൂട്ട് വന്നിട്ട് നമുക്ക് ഗൂഗിൾ മാപ്പിൽ അവൈലബിൾ ആണ്. ശംഭു ശങ്കരൻ ഹോട്ടൽ എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വരും. ആര്യനാട് കോട്ടപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണിത്. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു, വയറും നിറഞ്ഞു, മനസ്സും നിറഞ്ഞു. അപ്പം ഈ രുചി വിളമ്പിയ കൈകൾക്കൊരു മുത്തം കൊടുക്കുകയാണേ കേട്ടോ. അപ്പോൾ ഇനിയും ഒരുപാട് രുചികൾ ഇങ്ങനെ വിളമ്പണം. ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ ഒരു അവസരം തന്നതിന് നന്ദി പറയുന്നു. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ കൂടാതെ നമ്മുടെ ശംഭു ശങ്കരന്മാരുടെ വ്ളോഗ്സായ ശംഭു ശങ്കരൻ വ്ളോഗ്സ് അതുകൂടെ നിങ്ങളൊന്ന് കണ്ട് അവരെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം ഇതുവരെയും ഇവിടെ വന്നിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് വന്ന് ഈ രുചിയൊക്കെ ഒന്ന് നേരിട്ട്, രുചിയും ഈ അമ്മയുടെ സ്നേഹവും ഒക്കെ ഒന്ന് നേരിട്ട് കണ്ട് അനുഭവിച്ചറിയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിന്ന് ബൈ പറയാണ്. ദിസ് ഇസ് മീ, ദീപിക റാം, സൈനിങ് ഓഫ് ഫ്രം വി ആർ ഇൻ. ബൈ.